നമസ്കാരം. ഒരു പുതുവർഷം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്. കലണ്ടറിലെ താളുകൾ മറിയുമ്പോൾ നമ്മളെല്ലാവരും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. പഴയ ശീലങ്ങൾ മാറ്റണം, ആരോഗ്യം ശ്രദ്ധിക്കണം, വിജയിക്കണം, അങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ. പക്ഷേ ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ നമ്മളുടെ പഴയ ഉടുപ്പുകൾ അഴിച്ചുമാറ്റാൻ തയ്യാറാണോ എന്ന്? ശ്രദ്ധിക്കൂ, ഞാൻ വസ്ത്രത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഈഗോ, നമ്മുടെ പദവി, നമ്മുടെ അഹങ്കാരം, ഇവയെല്ലാം അഴിച്ചുവെക്കാതെ നമുക്ക് പുതിയൊരാളായി മാറാൻ കഴിയുമോ? ഇതൊരു വലിയ തത്വചിന്തയാണെന്ന് കരുതേണ്ട. ഇതിന് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ എന്നും കാണുന്നൊരാചാരവുമായി വലിയൊരു ബന്ധമുണ്ട്. നിങ്ങൾ പലപ്പോഴും അമ്പലങ്ങളിൽ പോകാറുള്ളവരാകും. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ശ്രീകോവിലിനു മുന്നിലേക്ക് ചെല്ലുമ്പോൾ പുരുഷന്മാർ ഷർട്ട് അഴിച്ചുമാറ്റണം എന്നൊരു നിയമമുണ്ട്. നമ്മളിൽ പലരും അതനുസരിക്കുന്നു. അതൊരാചാരമാണ്, നിയമമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഷർട്ട് അഴിച്ചു മാറ്റിവെക്കും. പക്ഷേ എന്തിനാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? വെറുമൊരു തുണിക്കഷണം ശരീരത്തിൽ നിന്ന് മാറ്റുന്നതുകൊണ്ട് എന്തു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? ഇന്ന് ഈ പുതുവർഷ പുലരിയിൽ ആ രഹസ്യം നമ്മൾ തേടുകയാണ്. ഇത് വെറുമൊരാചാരമല്ല, ഇതിനു പിന്നിൽ ഒരു വലിയ ശാസ്ത്രമുണ്ട്, മനഃശാസ്ത്രമുണ്ട്. അതിലുപരി നിങ്ങളുടെ ശരീരവും പ്രകൃതിയും തമ്മിലുള്ള ഊർജ്ജ കൈമാറ്റത്തിന്റെ അഥവാ എനർജി എക്സ്ചേഞ്ചിന്റെ വലിയൊരു രഹസ്യമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് തിരക്കുകൾ നിറഞ്ഞൊരു ലോകത്താണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ ഓരോ വേഷങ്ങൾ കെട്ടുകയാണ്. ഓഫീസിൽ നമ്മൾ മാനേജറാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ്. സമൂഹത്തിൽ നമ്മൾ ഇന്നയാളുടെ മകനാണ് അല്ലെങ്കിൽ അച്ഛനാണ്. ഈ വേഷങ്ങളെല്ലാം നിലനിർത്താൻ നമ്മൾ ധരിക്കുന്ന യൂണിഫോമുകളുണ്ട്. നമ്മുടെ ഷർട്ട്, നമ്മുടെ കോട്ട്, നമ്മുടെ ഐഡന്റിറ്റി കാർഡ്, ഇവയെല്ലാം നമ്മുടെ സോഷ്യൽ ഐഡന്റിറ്റി അഥവാ സാമൂഹിക പദവിയുടെ ചിഹ്നങ്ങളാണ്. നമ്മൾ ഈ വേഷങ്ങളും ധരിച്ച് ഈ പദവികളുടെ ഭാരവും ചുമന്നുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെയുള്ള ദൈവീകമായ ഊർജം നമുക്കനുഭവിക്കാൻ കഴിയുമോ? ഇല്ല. ക്ഷേത്രവാതിൽക്കൽ ഷർട്ട് അഴിച്ചു മാറ്റുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ സമൂഹത്തിൽ ആരാണെന്നത് അവിടെ വിഷയമല്ല. നിങ്ങൾ കളക്ടറാണോ, ബിസിനസ്സുകാരനാണോ, അതോ കൂലിപ്പണിക്കാരനാണോ? ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ ആ ലേബലുകളെല്ലാം അഴിച്ചുവെക്കണം. ഷർട്ട് അഴിക്കുന്ന നിമിഷം നിങ്ങൾ വെറുമൊരു മനുഷ്യനായി മാറുന്നു. പച്ചയായ മനുഷ്യൻ. ദൈവത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന വലിയൊരു സന്ദേശം വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് നമ്മൾ കാണിക്കുകയാണ്. നിങ്ങളുടെ ഈഗോയുടെ, അഹങ്കാരത്തിന്റെ ആ പുറംചട്ട അവിടെ അഴിച്ചുവെക്കുമ്പോൾ മാത്രമേ ഉള്ളിലുള്ള ഭക്തിയുടെ തെളിച്ചം പുറത്തേക്ക് വരൂ. ഈ പുതുവർഷത്തിൽ നമ്മളെടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനവും അതല്ലേ, നമ്മുടെ ഈഗോയെ മാറ്റിവെക്കുക എന്നത്. പക്ഷേ കഥയവിടെ തീരുന്നില്ല. ഇതൊരു തത്വശാസ്ത്രം മാത്രമല്ല, ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ബയോളജിക്കൽ സയൻസ് കൂടിയുണ്ട്. നമ്മുടെ പൂർവികർ വെറുതെ ഒരു നിയമമുണ്ടാക്കി വെച്ചതല്ല. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് വെറും മാംസവും എല്ലും കൂടിയ ഒരു കൂട് മാത്രമല്ല, അതൊരു വലിയ റിസീവറാണ്, ഒരു ആന്റിന പോലെയാണത്. പ്രപഞ്ചത്തിലുള്ള ഊർജ്ജത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു യന്ത്രമാണ് നമ്മുടെ ശരീരം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ തൊലി എന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. നമ്മൾ ശ്വസിക്കുന്നത് മൂക്കിലൂടെ മാത്രമല്ല, നമ്മുടെ തൊലിയിലൂടെയും നമ്മൾ പ്രാണവായുവും ഊർജ്ജവും ആഗിരണം ചെയ്യുന്നുണ്ട്. ക്ഷേത്രങ്ങളെന്നു പറയുന്നത് വെറും പ്രാർത്ഥനാലയങ്ങൾ മാത്രമല്ല, അവ വലിയ എനർജി സെന്ററുകളാണ്. ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കൃത്യമായ വാസ്തുശാസ്ത്രവും പ്രാണപ്രതിഷ്ഠാ വിധികൾക്കുമനുസരിച്ചാണ്. വിഗ്രഹത്തിന് താഴെയായി സ്ഥാപിച്ചിരിക്കുന്ന ഷഡാധാര പ്രതിഷ്ഠയും അവിടെ ചൊല്ലുന്ന മന്ത്രങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ധൂപങ്ങളുടെ ഗന്ധവുമെല്ലാം ചേർന്ന് അവിടെ ശക്തമായൊരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഷർട്ട് ധരിച്ചുകൊണ്ട് ആ ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പോസിറ്റീവ് എനർജിക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു. വസ്ത്രം അവിടെ ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. എന്നാൽ നെഞ്ചുവിരിച്ച് ഷർട്ട് അഴിച്ചുമാറ്റി ആ ചൈതന്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശ്രീകോവിലിൽ നിന്നും ഒഴുകിവരുന്ന ആ കാന്തിക പ്രഭാവം, ആ പോസിറ്റീവ് വൈബ്രേഷൻസ് തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ നെഞ്ചിലേക്കും ഹൃദയത്തിലേക്കും നാഡീഞരമ്പുകളിലേക്കും തുളച്ചുകയറുന്നു. നിങ്ങളുടെ ശരീരത്തിലെ രോമകൂപങ്ങൾ വഴി ആ ചൈതന്യം ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നു. ആ നിമിഷം നിങ്ങൾക്കനുഭവിക്കുന്ന ആ കുളിർമ, അത് വെറും തണുപ്പല്ല, അത് ഈശ്വര ചൈതന്യം നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കുന്ന നിമിഷമാണ്. ഈ എനർജി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാമോ? നമ്മുടെ ശരീരത്തിലെ അനാഹത ചക്ര സ്ഥിതി ചെയ്യുന്നത് നെഞ്ചിന്റെ മധ്യഭാഗത്താണ്. സ്നേഹം, കരുണ, ഭക്തി എന്നിവയുടെ കേന്ദ്രമാണത്. പുരുഷന്മാർ ഷർട്ട് മാറ്റി പ്രാർത്ഥിക്കുമ്പോൾ ഈ അനാഹത ചക്രത്തിലേക്ക് നേരിട്ട് എനർജി പ്രവഹിക്കാൻ അവസരം ലഭിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു.
ശരീരത്തിലെ ഉഷ്ണം കുറയ്ക്കുന്നു, രക്തചംക്രമണം സുഗമമാക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പ്ലഗ് പോയിന്റിൽ കുത്തിവെക്കുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ റീചാർജ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ക്ഷേത്രം. അവിടെ ചാർജർ കണക്ട് ചെയ്യാൻ ഇടയിൽ കവറുകളുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ടാണ് ആ കവർ നമ്മൾ മാറ്റുന്നത്. ഈ പുതുവർഷത്തിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ യാന്ത്രികമായി ഷർട്ട് അഴിച്ചു മാറ്റുന്നതിനു പകരം ഈ ഒരു ബോധത്തോടുകൂടി അത് ചെയ്തു നോക്കൂ. ഞാൻ എന്റെ അഹങ്കാരത്തെ അഴിച്ചുമാറ്റുന്നു, ഞാൻ ഈ പ്രപഞ്ചശക്തിയെ സ്വീകരിക്കാൻ എന്റെ ഹൃദയം തുറക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ നടയിലൊന്ന് നിന്നു നോക്കൂ. ആ മാറ്റം അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പക്ഷേ ഇതിന് പിന്നിൽ പറയപ്പെടാത്ത മറ്റൊരു ശാസ്ത്രം കൂടിയുണ്ട്. അതാണ് കാന്തിക വലയം അഥവാ ഔറ. എന്താണീ ഔറ? ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നിന്നും വരുന്ന ഊർജം നമ്മുടെ ഔറയെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? അടുത്ത ഭാഗത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ സംസാരിക്കും. ഈ യാത്ര തുടരുകയാണ്. നമ്മൾ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാം. എന്താണ് ഈ ഔറ? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനു ചുറ്റുമുള്ള ഒരു ഊർജ കവചമാണത്. ഒരു മാഗ്നറ്റിനു ചുറ്റും കാന്തിക വലയമുള്ളതുപോലെ ഓരോ മനുഷ്യനും ചുറ്റും ഒരു പ്രകാശവലയമുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ തിരക്കിട്ട് എഴുന്നേൽക്കുന്നു, ട്രാക്കിൽപ്പെടുന്നു, ഓഫീസിലെ സ്ട്രെസ്, ബോസിന്റെ ശകാരം, ജീവിതത്തിലെ പ്രശ്നങ്ങൾ. വൈകുന്നേരമാകുമ്പോഴേക്കും നമ്മുടെ ഈ ഔറ മങ്ങിപ്പോയിട്ടുണ്ടാകും. ഒരു കണ്ണാടിയിൽ പൊടി പിടിക്കുന്നതുപോലെ നമ്മുടെ ഊർജ്ജവലയത്തിൽ നിറയെ നെഗറ്റീവ് എനർജി അടിഞ്ഞുകൂടുന്നു. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ പൊടി തട്ടിക്കളയാനാണ്. ഇവിടെയാണ് ഷർട്ടഴിക്കുക എന്ന പ്രവൃത്തിയുടെ മാന്ത്രികത കിടക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് പറയാം. നമുക്കൊരു സുഹൃത്തിനെ സങ്കൽപ്പിക്കാം. നമുക്കവനെ ഹരി എന്ന് വിളിക്കാം. ഹരി ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് അവൻ ജീവിക്കുന്നത്. അവന്റെ ശരീരം പ്രകൃതിയുടെ സ്പർശനമറിഞ്ഞിട്ട് നാളുകളായി. അവൻ ക്ഷേത്രത്തിലെത്തുന്നു. ആ കവാടത്തിൽ വെച്ച് അവൻ തന്റെ ഷൂസ് അഴിച്ചിടുന്നു. പിന്നെ മെല്ലെ തന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കുന്നു. ശ്രദ്ധിക്കൂ, ആ ഷർട്ട് ദേഹത്തുനിന്ന് മാറുമ്പോൾ തന്നെ ഹരിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നുന്നുണ്ട്. എന്തോ ഒരു ഭാരമിറക്കി വെച്ചതുപോലെ. അവന്റെ നെഞ്ചിലേക്കും പുറംഭാഗത്തേക്കും അമ്പലപ്പറമ്പിലെ തണുത്ത കാറ്റ് നേരിട്ട് സ്പർശിക്കുന്നു. അവൻ നടയിലേക്ക് നടക്കുന്നു. ശ്രീകോവിലിനു മുന്നിലെ കരിങ്ങൽ പാളികളിൽ നിന്ന് വരുന്ന തണുപ്പും ദീപസ്തംഭത്തിൽ നിന്ന് വരുന്ന ചൂടും അവന്റെ ശരീരം നേരിട്ടറിയുകയാണ്. ഷർട്ട് ധരിച്ചിരുന്നെങ്കിൽ ഈ സെൻസറി എക്സ്പീരിയൻസ് അവന് കിട്ടുമായിരുന്നോ? ഇല്ല. നമ്മുടെ ശരീരം പ്രകൃതിയുമായി സംസാരിക്കുന്നത് സ്പർശനത്തിലൂടെയാണ്. ഷർട്ടഴിക്കുമ്പോൾ ആ തടസ്സം നീങ്ങുന്നു. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നിന്നും വരുന്ന ചൈതന്യം ഒരു റേഡിയോ തരംഗം പോലെയാണ്. അതിനെ പിടിച്ചെടുക്കാൻ നമ്മുടെ ശരീരത്തിന് ഒരു കവചവും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പ്രാണപ്രതിഷ്ഠ നടത്തിയവയാണ്. അതായത് ജീവനുള്ള ഊർജ്ജ സ്രോതസ്സുകളാണവ. ആ വിഗ്രഹത്തിൽ നിന്നും വരുന്ന തേജസ് അല്ലെങ്കിൽ ആ എനർജി റേഡിയേഷൻസ് നമ്മുടെ നെഞ്ചിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് പതിക്കണം. നമ്മുടെ പൂർവികർക്കറിയാമായിരുന്നു, പുരുഷന്റെ ശരീരം സ്ത്രീയുടെ ശരീരത്തെ അപേക്ഷിച്ച് താപനില നിലനിർത്തുന്നതിൽ വ്യത്യസ്തമാണെന്ന്. പുരുഷന്മാർക്ക് പലപ്പോഴും അമിതമായ ശരീരതാപമുണ്ടാകാറുണ്ട്. ഷർട്ടഴിച്ച് ക്ഷേത്രത്തിലെ കുളിർമയുള്ള അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ശരീരം തനിയെ തണുക്കുന്നു. കൂളിംഗ് ഡൗൺ നാച്ചുറലി. ഇതൊരു തെറാപ്പിയാണ്, അറിയാതെ നടക്കുന്ന ഒരു ചികിത്സ. ഈ പുതുവത്സരത്തിൽ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൈകൾ മടക്കി തിരികെ വരരുത്. ആ അന്തരീക്ഷം നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്ഷേത്രത്തിലെ ദീപാരാധന സമയത്ത് കർപ്പൂരം കത്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ ചൂട് നമ്മുടെ കൈകളിലേക്ക് വലിച്ചെടുത്ത് മുഖത്തും നെഞ്ചിലും പ്രയോഗിക്കുന്നു. നമ്മൾ ഷർട്ട് ധരിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് ആ ചൂട്, ആ അഗ്നിയുടെ പരിശുദ്ധി അനുഭവപ്പെടില്ല. നഗ്നരായി നിൽക്കുമ്പോൾ ആ അഗ്നിയുടെ ഊർജം നമ്മുടെ നാഡീവ്യവസ്ഥയെ ഉണർത്തുന്നു. ഇതിനൊരു ശാസ്ത്രീയ വശവുമുണ്ട്. മുൻകാലങ്ങളിൽ ക്ഷേത്ര സന്ദർശനങ്ങൾ കൂടുതലും അതിരാവിലെയായിരുന്നു ചെയ്തിരുന്നത്, സൂര്യൻ ഉദിക്കുമ്പോൾ. ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിനു ചുറ്റം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഉദയസൂര്യന്റെ കിരണങ്ങൾ, പ്രത്യേകിച്ച് വിറ്റാമിൻ ഡി, നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അസ്ഥികളുടെ ബലത്തിനും പ്രതിരോധശേഷിക്കും ഇതെത്രത്തോളം അത്യാവശ്യമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും പറയുന്നു. അതായത് ഭക്തിയിലൂടെയുള്ള ആരോഗ്യം. നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയ പാത അതാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിനെല്ലാം അപ്പുറം
ഇതിലൊരു വലിയ സാമൂഹിക പാഠം കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ ജാതിയുടെയും സമ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കപ്പെട്ടിരുന്നു. ഒരാൾ പട്ടുവസ്ത്രം ധരിച്ച ഒരു ഭൂവുടമയായിരിക്കാം, മറ്റൊരാൾ കീറിയ ടോർട്ട് ധരിച്ച ഒരു കർഷകനായിരിക്കാം. എന്നാൽ മുന്നിൽ ഷർട്ട് ഊരിവെച്ചു നിൽക്കുമ്പോൾ അവിടെ ആരാണ് ധനികൻ, ആരാണ് ദരിദ്രൻ? വയറിലെ മടക്കുകളും തോളിലെ അസ്ഥികളും എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ നമ്മുടെ ഷർട്ട് ഊരുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ചിഹ്നങ്ങൾ വലിച്ചെറിയുകയാണ്. ഇത് നൽകുന്നൊരു മാനസിക ആശ്വാസമുണ്ട്. ഞാൻ ആരുമല്ല, ഞാനൊരു ഭക്തൻ മാത്രമാണെന്ന് തിരിച്ചറിവ്. ഈ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടത് ഈ തിരിച്ചറിവാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഈ നിയമം സ്ത്രീകൾക്ക് ബാധകമല്ലാത്തതെന്തുകൊണ്ട്? പുരുഷന്മാരുടെ മാത്രം പ്രത്യേകത എന്താണ്? ഇത് വെറും വിവേചനമാണോ, അതോ നമുക്കറിയാത്ത ഒരു ശാസ്ത്രം ഇതിനു പിന്നിലുണ്ടോ? അടുത്ത ഭാഗത്തിൽ ആ അത്ഭുതകരമായ ഉത്തരം നമുക്ക് പരിശോധിക്കാം. കൂടാതെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തുമ്പോൾ ഷർട്ട് ധരിക്കാത്തതിനാൽ ശരീരത്തിന് എന്തു പ്രയോജനങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം. തുടരാം അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സ്വാഭാവികമായി ഉയർന്നുവരുന്ന ചോദ്യം എനിക്കറിയാം. ഇല്ല, സ്ത്രീകൾക്കും ഈ ഊർജവും കാന്തിക ശക്തിയും ആവശ്യമില്ലേ? ഇത് വെറും വിവേചനമല്ലേ? ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ സനാതനധർമ്മത്തിലും ക്ഷേത്രശാസ്ത്രത്തിലും സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊർജമല്ലെങ്കിൽ ഊർജം സ്വീകരിക്കുന്നതിലെ വ്യത്യാസമാണ്. ശാസ്ത്രീയമായും താന്ത്രികമായും പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിന് സ്വാഭാവികമായും ഊർജമാഗിരണം ചെയ്യാനും അതവരിൽ സംഭരിക്കാനും കഴിയും. സ്ത്രീകൾ ശക്തിയുടെ രൂപങ്ങളാണ്. പ്രകൃതി അവർക്ക് മാതൃത്വത്തിന്റെ വലിയ ഉത്തരവാദിത്തം നൽകിയിട്ടുള്ളതിനാൽ അവരുടെ ശരീരത്തിന് സ്വാഭാവികമായും ഉയർന്ന സഹിഷ്ണുതയും ഊർജം സന്തുലിതമാക്കാനുള്ള കഴിവുമുണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. പുരുഷന്മാരുടെ സ്വഭാവവും അവരുടെ നാഡീവ്യവസ്ഥയും പലപ്പോഴും രജോ ഗുണ അല്ലെങ്കിൽ അമിതമായി സജീവവും ചൂടുമുള്ളതാണ്. ഈ അധിക ചൂടും സമ്മർദ്ദവും തണുപ്പിക്കാൻ അവർക്ക് ക്ഷേത്രത്തിന്റെ അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കം ആവശ്യമാണ്. കൂടാതെ നമ്മുടെ സംസ്കാരത്തിൽ ഒരു സ്ത്രീയുടെ ശരീരം പവിത്രമായി കണക്കാക്കപ്പെടുന്നു. അത് സംരക്ഷിക്കപ്പെടണം. വസ്ത്രധാരണത്തിലെ ഈ വ്യത്യാസത്തിന് കാരണം അതാണ്. ഇത് വിവേചനമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ്, അക്കോർഡിംഗ് ടു നേച്ചർ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. ക്ഷേത്രത്തിലെ പ്രദക്ഷിണം. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തിനാണ് അമ്പലത്തിനു ചുറ്റും നടക്കുന്നത്, അതും ക്ലോക്ക് വൈസായിട്ട്? ഇവിടെയാണ് ഷർട്ടഴിക്കുന്നതിന്റെ യഥാർത്ഥ ഗുണം നമ്മൾ അനുഭവിക്കുന്നത്. ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നതുപോലെയാണ് നമ്മൾ ശ്രീകോവിലിനു ചുറ്റും കറങ്ങുന്നത്. ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം ഒരു വലിയ മാഗ്നറ്റിക് സെന്ററാണ്. അവിടെ നിന്നും ഊർജം എല്ലാ ദിശയിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഷർട്ട് ധരിക്കാതെ നനഞ്ഞ ഈറൻ വസ്ത്രവുമുടുത്ത് ആ ക്ഷേത്രത്തിനു ചുറ്റും നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു എനർജി ബാത്താണ്. അതെ, ഊർജം കൊണ്ടുള്ള ഒരു കുളി. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ വലതുഭാഗം എപ്പോഴും വിഗ്രഹത്തിന് നേരെയായിരിക്കും. നമ്മുടെ ശരീരത്തിലെ വലതുഭാഗം പിങ്കളനാഡി അഥവാ സൂര്യനാഡിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ശരീരത്തിലെ ചൂടിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അതിശക്തമായ പോസിറ്റീവ് എനർജിയുള്ള വിഗ്രഹത്തിന് അഭിമുഖമായി തടസ്സങ്ങളില്ലാതെ ഷർട്ട് ധരിക്കാതെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആ ഊർജം നിങ്ങളുടെ വലതുഭാഗത്തിലൂടെ ശരീരത്തിലേക്ക് അരിച്ചിറങ്ങുന്നു. ഒന്ന് സങ്കൽപ്പിക്കൂ, ഒരു നല്ല മഴയത്ത് റെയിൻകോട്ടിട്ട് നടന്നാൽ നിങ്ങൾക്ക് മഴ നനയാൻ പറ്റുമോ? ഇല്ല, മഴത്തുള്ളികൾ കോട്ടിന് പുറത്ത് തട്ടിത്തെറിച്ചുപോകും. അതുപോലെയാണ് ക്ഷേത്രദർശനവും. അമ്പലത്തിലെ ചൈതന്യമെന്നത് ഒരു മഴയാണ്, അനുഗ്രഹത്തിന്റെ മഴ. ഷർട്ടെന്ന റെയിൻകോട്ട് ധരിച്ചുകൊണ്ട് നിങ്ങൾ എത്ര വലം വെച്ചാലും ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വേണ്ട വിധം എത്തില്ല. അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത്, അമ്പലത്തിൽ പോകുമ്പോൾ നെഞ്ചുവിരിച്ചു നടക്കരുത്, വിനയത്തോടെ തുറന്ന ശരീരത്തോടെ നടക്കണം എന്ന്. ഈ പുതുവർഷത്തിൽ നിങ്ങളൊരു ശീലമുണ്ടാക്കണം. ആഴ്ചയിലൊരിക്കലെങ്കിലും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഷർട്ടഴിച്ച് സാവധാനം 5 പ്രദക്ഷിണം വെച്ചു നോക്കൂ. മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക. ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഓഫ് ചെയ്യുക. വെറും കാറ്റും മണ്ണും കല്ലും ദൈവവും നിങ്ങളും മാത്രം. ആ നടപ്പിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും റിജുവിനേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഹോസ്പിറ്റലിൽ പോയി ICUവിൽ കിടന്ന് ഓക്സിജൻ എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ ഷർട്ടഴിച്ചു നിന്ന് ശുദ്ധവായു ശ്വസിക്കുന്നത്. ഇത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, മനസ്സിന്റെ പിരിമുറുക്കമയക്കുന്നു. ശാസ്ത്രം പറയുന്നത് ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ വഴികളിൽ ഭൂമിയുടെ കാന്തിക ശക്തി ഏറ്റവും കൂടുതലായിരിക്കുമെന്നാണ്. ചെരുപ്പിടാതെ ഷർട്ടിടാതെ നടക്കുമ്പോൾ പാദങ്ങളിലൂടെയും ശരീരത്തിലൂടെയും ഈ ഭൂകാന്തിക ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. ഇതൊരു മാജിക്കല്ല,
പ്യുവർ സയൻസാണ്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ ശരീരത്തിലെ ചില പ്രത്യേക പോയിന്റുകൾ, അതായത് മർമ്മങ്ങൾ, ക്ഷേത്രദർശന സമയത്ത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നെഞ്ചിലും വയറിലും പുറത്തുമുള്ള ചില മർമ്മസ്ഥാനങ്ങൾ, ഷർട്ടഴിക്കുമ്പോൾ അവ എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകുന്നത്? വളരെ രഹസ്യമായ, എന്നാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ആ അറിവാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വിച്ചുകളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, വീടിന്റെ ലൈറ്റ് തെളിക്കാൻ സ്വിച്ചിട്ടിരിക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തിലെ ഊർജം തെളിക്കാൻ പ്രകൃതി തന്നെ വച്ചിരിക്കുന്ന സ്വിച്ചുകളാണ് മർമ്മങ്ങൾ, മാർമ പോയിന്റ്സ്. ആയുർവേദത്തിലും കളരിപ്പയറ്റിലുമൊക്കെ നമ്മളിത് കേട്ടിട്ടുണ്ട്. പക്ഷേ ക്ഷേത്രദർശനവുമായി ഇതിനെന്താണ് ബന്ധം? വളരെ ലളിതമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല മർമ്മങ്ങളും സ്ഥിതി ചെയ്യുന്നത് നെഞ്ചിലും വയറിലും കഴുത്തിലുമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നെഞ്ചിന്റെ മധ്യഭാഗം. അവിടെയാണ് ഹൃദയമർമ്മമുള്ളത്. വികാരങ്ങളുടെയും പ്രാണന്റെയും ഇരിപ്പിടമാണത്. നിങ്ങൾ ഷർട്ട് ധരിച്ചു നിൽക്കുമ്പോൾ ഈ മർമ്മങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണ്. അവ ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ക്ഷേത്രത്തിലെ അന്തരീക്ഷത്തിൽ ഷർട്ട് മാറ്റി നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ശുദ്ധവായുവും പ്രാണശക്തിയും ഈ മർമ്മങ്ങളിൽ തട്ടുമ്പോൾ അവ ഉണരുന്നു, ആക്ടിവേറ്റ് ആകുന്നു. ഇവിടെയാണ് ചന്ദനം എന്ന അത്ഭുത മരുന്നിന്റെ പ്രസക്തി. നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ പ്രസാദമായി കിട്ടുന്ന ചന്ദനം എവിടെയൊക്കെയാണ് തൊടുന്നത്? നെറ്റിയുടെ നടുവിൽ, തൊണ്ടക്കുഴിയിൽ, പിന്നെ നെഞ്ചിൽ. ഷർട്ടിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചിൽ ചന്ദനം തൊടാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഷർട്ട് അഴിച്ചുമാറ്റുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഔഷധം കൃത്യമായ സ്ഥലത്ത് പുരട്ടാൻ കഴിയുന്നത്. എന്താണ് ചന്ദനം? വെറുമൊരു മരത്തിന്റെ അരപ്പല്ല. ലോകത്തിലെ ഏറ്റവും നല്ല കൂളിംഗ് ഏജന്റാണ് ശുദ്ധമായ ചന്ദനം. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കും പീനിയൽ ഗ്രന്ഥിക്കും നേരെയാണ് നമ്മൾ നെറ്റിയിൽ ചന്ദനം തൊടുന്നത്. ഇത് നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്നു, ഏകാഗ്രത കൂട്ടുന്നു. അതുപോലെ ഹൃദയത്തിന് നേരെ നെഞ്ചിൽ ചന്ദനം തൊടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ അമിതമായ ചൂടിനെ വലിച്ചെടുക്കുന്നു. തിരക്കും സമ്മർദ്ദവും കൊണ്ട് ചൂടായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കാനുള്ള നാച്ചുറൽ കൂളന്റാണ് ആ ചന്ദനക്കുറി. ഒരു കാറിന്റെ എഞ്ചിൻ ഓവർഹീറ്റായാൽ നമ്മൾ വെള്ളമൊഴിച്ച് തണുപ്പിക്കില്ലേ? അതുപോലെ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ ഓവർഹീറ്റായ നമ്മുടെ എഞ്ചിൻ, നമ്മുടെ ഹൃദയം തണുപ്പിക്കാനാണ് നമ്മൾ ഷർട്ടഴിച്ച് അവിടെ ചന്ദനം തൊടുന്നത്. പുരുഷന്മാരുടെ ശരീരത്തിൽ സ്ത്രീകൾക്കുള്ളതിനേക്കാൾ പേശികളും കട്ടിയുള്ള ചർമ്മവുമുള്ളതുകൊണ്ട് ചൂട് പുറത്തുപോകാൻ കുറച്ചുകൂടി പ്രയാസമാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഈ ഓപ്പൺ എയർ കൂളിംഗ് നിർബന്ധമാണെന്ന് പൂർവികർ പറഞ്ഞത്. ഇതൊരാചാരം മാത്രമല്ല, ഇതൊരാരോഗ്യ സംരക്ഷണ രീതി കൂടിയാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനം വെറുതെ നെറ്റിയിൽ മാത്രം തൊട്ട് കളയരുത്. ഷർട്ടഴിച്ചു നിൽക്കുന്ന ആ അവസരം മുതലാക്കി നിങ്ങളുടെ തൊണ്ടയിലും നെഞ്ചിലും ആ ചന്ദനം തൊടുക. ആ തണുപ്പ് നിങ്ങളുടെ ഉള്ളിലേക്കിറങ്ങുമ്പോൾ കണ്ണടച്ച് ഒരു നിമിഷം നിൽക്കുക. എന്റെ കോപവും എന്റെ സങ്കടങ്ങളും എന്റെ ടെൻഷനുമെല്ലാം ഈ തണുപ്പിൽ അലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഷർട്ടഴിക്കുന്നതിന് പിന്നിൽ ഭക്തിക്കും ശാസ്ത്രത്തിനുമപ്പുറം വലിയൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് കൂടിയുണ്ട്. നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യാൻ ഈ പ്രവൃത്തി എങ്ങനെ സഹായിക്കുന്നു? വസ്ത്രധാരണം നമ്മുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? അടുത്ത ഭാഗത്തിൽ വളരെ കൗതുകകരമായ ആ മനഃശാസ്ത്രം നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ശരീരമുണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. മണ്ണ്, വെള്ളം, തീ, കാറ്റ്, ആകാശം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ ബാലൻസ് നമ്മുടെ ശരീരത്തിൽ തെറ്റുമ്പോഴാണ്. സ്ട്രെസ് വരുമ്പോൾ ശരീരത്തിലെ അഗ്നി കൂടുന്നു. വിഷമം വരുമ്പോൾ ജലാംശം, അതായത് കണ്ണീർ, കൂടുന്നു. ക്ഷേത്രമെന്നത് ഈ പഞ്ചഭൂതങ്ങളെ വീണ്ടും ബാലൻസ് ചെയ്യാനുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ഷർട്ടഴിച്ചു മാറ്റുന്നതിന്റെ കോസ്മിക് സയൻസ് വരുന്നത്. ഒന്നാമതായി, വായു. നിങ്ങൾ ഷർട്ടഴിക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മം വായുവിനെ നേരിട്ട് സ്പർശിക്കുന്നു. ക്ഷേത്രവളപ്പിലെ വായു സാധാരണ വായുവല്ല. തുളസിയുടെയും കർപ്പൂരത്തിന്റെയും ഔഷധച്ചെടികളുടെയും ഗുണങ്ങൾ നിറഞ്ഞ മെഡിക്കേറ്റഡ് എയർ ആണത്. ഇത് ശ്വാസകോശത്തിലൂടെ മാത്രമല്ല, ചർമ്മത്തിലെ ആയിരക്കണക്കിന് സുഷിരങ്ങളിലൂടെയും നമ്മുടെ ഉള്ളിലെത്തുന്നു. ഷട്ടുണ്ടെങ്കിൽ ഈ വഴി അടഞ്ഞുകിടക്കും. രണ്ടാമതായി, അഗ്നി. നമ്മൾ ദീപാരാധന കാണുന്നു. ആ ചൂട് കൈകളിലേക്ക് ഏറ്റുവാങ്ങി അത് നെഞ്ചിലും മുഖത്തും ചേർക്കുന്നു. അഗ്നി ശുദ്ധീകരണമാണ്. ഷട്ടില്ലാത്ത നെഞ്ചിൽ ആ ചൂട് തട്ടുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ജഠരാഗ്നിയെ ഉത്തേജിപ്പിക്കുന്നു. മൂന്നാമതായി, ജലം. തീർത്ഥം തളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചീറനോടെ നിൽക്കുമ്പോൾ ആ ജലത്തിന്റെ തണുപ്പ്
നമ്മുടെ നാഡികളെ ശാന്തമാക്കുന്നു. നനഞ്ഞ വസ്ത്രം ധരിച്ച്, അതായത് ഈറൻ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഉത്തമമാണെന്ന് പറയുന്നത് വെറുതെയല്ല. ജലം ഒരു മികച്ച കണ്ടക്ടറാണ്. ക്ഷേത്രത്തിലെ ഊർജ്ജത്തെ ശരീരത്തിലേക്ക് വേഗത്തിൽ കടത്തിവിടാൻ ആ നനവ് സഹായിക്കും. നാലാമതായി, ഭൂമി. നമ്മൾ ചെരിപ്പിടാതെ നടക്കുന്നു. പാദങ്ങൾ ഭൂമിയെ തൊടുന്നു. ഷട്ടഴിച്ചു നിൽക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള കാന്തിക പ്രവാഹം നമ്മുടെ പാദങ്ങളിലൂടെ കയറി ഹൃദയത്തിലൂടെ തലച്ചോറിലേക്കെത്തുന്നു. ഇതൊരു എർത്തിങ് പ്രോസസ്സാണ്. അഞ്ചാമതായി, ആകാശം, സ്പേസ് ഓർ ഈഥർ. ഇത് ശബ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മന്ത്രങ്ങളുടെയും മണികളുടെയും ശബ്ദം. ഷട്ടുപോലുള്ള തടസ്സങ്ങളില്ലാതിരിക്കുമ്പോൾ ശബ്ദതരംഗങ്ങൾ ശരീരത്തിലുണ്ടാക്കുന്ന പ്രകമ്പനം, വൈബ്രേഷൻ കൂടുതലായിരിക്കും. നോക്കൂ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ പ്രപഞ്ചവുമായി ലയിക്കുകയാണ്. ഞാൻ ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്ഷേത്രദർശനവും. ഈ പുതുവർഷത്തിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെറുമൊരു ഭക്തനായി പോകരുത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു കൊച്ചു പതിപ്പായിട്ട് പോകണം. ഷട്ടഴിച്ചുവെക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ അഴിച്ചുവെക്കുന്നത് നിങ്ങളെ പ്രകൃതിയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു മതിലാണ്. ആ മതിൽ പൊളിച്ചു കളയൂ. കാറ്റും വെളിച്ചവും ശബ്ദവും നിങ്ങളെ തൊടട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അത് കോടികൾ കൊടുത്താൽ കിട്ടില്ല. അത് ക്ഷേത്രമുറ്റത്ത് നിന്ന് മാത്രം കിട്ടുന്ന ഡിവൈൻ പീസാണ്. എന്നാൽ ഇതൊക്കെ ശരിയാണെങ്കിലും ഇന്നത്തെ കാലത്ത് പലർക്കും ഇതൊരു മടിയാണ്. അയ്യോ, എന്റെ ശരീരം കാണിക്കാൻ നാണക്കേടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പഴയ പരിപാടിയല്ലേ എന്ന ചിന്ത. പുതിയ തലമുറയ്ക്ക് ഇതിലെന്താണ് മടി? ഈ മടി മാറ്റാൻ എന്തു ചെയ്യണം? ക്ഷേത്രദർശനം എങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റാം? വളരെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ അടുത്ത ഭാഗത്തിൽ പറയാം. നമുക്ക് മുന്നോട്ടു പോകാം. ഇനി നമുക്ക് കുറച്ച് പച്ചയായ സത്യങ്ങൾ സംസാരിക്കാം. ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അമ്പലത്തിൽ ഷട്ടഴിക്കാൻ വലിയൊരു മടിയാണ്. എന്താണ് കാരണം? ഭക്തിയില്ലാത്തതുകൊണ്ടാണോ? അല്ല. അതിന്റെ പ്രധാന കാരണം ബോഡി ഇമേജ് ഇഷ്യൂസ്, അഥവാ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അപകർഷതാബോധമാണ്. അയ്യോ, എനിക്ക് കുടവയറുണ്ട്, ഞാൻ തീരെ മെലിഞ്ഞിട്ടാണ്, ജിമ്മിൽ പോകുന്നവന്റെ പോലത്തെ സിക്സ് പാക്ക് എനിക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് പലരും അമ്പലത്തിൽ കയറാൻ മടിക്കുന്നു, അല്ലെങ്കിൽ വേഗം തൊഴുത് ഓടിപ്പോകാൻ നോക്കുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു ഫാഷൻ ഷോ നടക്കുന്ന സ്ഥലമാണോ? അല്ല. അവിടെ ബോഡി ബിൽഡിംഗ് മത്സരം നടക്കുന്നുണ്ടോ? അതുമില്ല. ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കുടവയറോ മെലിഞ്ഞ ശരീരമോ കറുത്ത നിറമോ ഒന്നും ആരും നോക്കുന്നില്ല. ഭഗവാൻ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യം മാത്രമാണ്. സത്യത്തിൽ ക്ഷേത്രത്തിൽ ഷട്ടഴിക്കുക എന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ള ഒരു വലിയ പരിശീലനമാണ്. മറ്റുള്ളവരെന്തു വിചാരിക്കും എന്ന ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത. ക്ഷേത്രവാതിൽക്കൽ ഷർട്ടഴിക്കുമ്പോൾ നിങ്ങൾ ആ ചിന്തയെക്കൂടിയാണ് അഴിച്ചുമാറ്റുന്നത്. ഇതാണ് ഞാൻ, എനിക്കെന്നെക്കുറിച്ച് ഒരു നാണക്കേടുമില്ല. ഈയൊരു ചിന്തയോടെ നിങ്ങൾ ക്ഷേത്രത്തിൽ കയറി നോക്കൂ. അത് നിങ്ങൾക്ക് നൽകുന്ന ധൈര്യം ചെറുതല്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെർഫെക്റ്റ് ബോഡിയൊക്കെ ഫിൽട്ടറുകളിട്ടതാണ്. യഥാർത്ഥ ജീവിതം ക്ഷേത്രത്തിലെ ആൾക്കൂട്ടത്തിലാണ് കാണുന്നത്. അവിടെ എല്ലാത്തരം മനുഷ്യരുമുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ ആ കോംപ്ലക്സ് അങ്ങ് കളയൂ. നിങ്ങളുടെ ശരീരം അതെങ്ങനെയിരുന്നാലും അത് പ്രകൃതിയുടെ ദാനമാണ്. അതിൽ നാണിക്കാനൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി ബീച്ചിലൊക്കെ ഷർട്ടിടാതെ നടക്കാൻ യാതൊരു മടിയും കാണിക്കാറില്ല. അതവിടുത്തെ കൾച്ചറാണ് എന്ന് പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്യും. എങ്കിൽ പിന്നെ സ്വന്തം നാട്ടിലെ, സ്വന്തം സംസ്കാരത്തിലെ ഇത്രയും അർത്ഥവത്തായൊരു ആചാരം പാലിക്കാൻ എന്തിനാണ് മടിക്കുന്നത്? ഇത് വെറും ഭക്തിയുടെ കാര്യമല്ല. ഇത് നമ്മുടെ റൂട്ട്സ്, അഥവാ നമ്മുടെ വേരുകളാണ്. പണ്ടത്തെ രാജാക്കന്മാരും പോരാളികളുമെല്ലാം ഷർട്ടിടാതെയാണ് നടന്നിരുന്നത്. അവർക്കതിൽ അഭിമാനമായിരുന്നു. ആ പാരമ്പര്യം നമുക്കും കാത്തുസൂക്ഷിക്കാം. ഈ ആചാരത്തെ ഒരു ബാധ്യതയായി കാണാതെ ഒരവകാശമായി കാണൂ. എന്റെ ശരീരത്തിന് ശുദ്ധവായുവും പോസിറ്റീവ് എനർജിയും കിട്ടാനുള്ള എന്റെ അവകാശം. ഈ മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങണം. അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മടിയില്ലാതെ നിവർന്നു നിന്ന് ഷർട്ടഴിച്ച് സന്തോഷത്തോടെ അകത്തേക്ക് കയറൂ. നിങ്ങളുടെ ആത്മവിശ്വാസം കണ്ട് മറ്റുള്ളവരും മാറും. ശരി, നമ്മളിപ്പോൾ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമുക്ക് കാര്യത്തിന്റെ കാതലായ വശത്തേക്ക് വരാം. ക്ഷേത്രത്തിലെ തീർത്ഥം, പ്രസാദം എന്നിവ കഴിക്കുമ്പോൾ ഷർട്ടഴിച്ചു നിൽക്കുന്നതിന്റെ ഗുണമെന്താണ്? അത് വെറും ഭക്ഷണമാണോ അതോ മരുന്നാണോ? അതിശയകരമായ ആ അറിവ് അടുത്ത ഭാഗത്തിൽ തുടരാം.
ക്ഷേത്രദർശനം പൂർത്തിയാകുന്നതെപ്പോഴാണ്? ആ തീർത്ഥവും പ്രസാദവും കഴിക്കുമ്പോഴാണ്, അല്ലേ? ഇവിടെയും ഷർട്ടഴിച്ചു നിൽക്കുക എന്നതിന് വലിയൊരു റോളുണ്ട്. ആദ്യം തീർത്ഥമെടുക്കാം. ക്ഷേത്രത്തിലെ തീർത്ഥം സാധാരണ വെള്ളമല്ല. തുളസി, കർപ്പൂരം, ഏലം, മറ്റ് സുഗന്ധദ്രവ്യങ്ങളിട്ട് മന്ത്രങ്ങൾ ചൊല്ലി പൂജിച്ച വെള്ളമാണത്. ഇതൊരു സിദ്ധൌഷധമാണ്. നമ്മൾ തീർത്ഥം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വലത് കൈ കുമ്പിളാക്കി വാങ്ങുന്നു. അത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ കൈമുട്ട് ഉയർന്നിരിക്കും, നമ്മുടെ നെഞ്ച് വിരിഞ്ഞിരിക്കും. നിങ്ങൾ ഷർട്ടിട്ടിട്ടില്ലെങ്കിൽ ആ തീർത്ഥപാത്രത്തിൽ നിന്നും നിങ്ങളുടെ കൈയിൽ നിന്നും വരുന്ന തുളസിയുടെയും കർപ്പൂരത്തിന്റെയും ഗന്ധം നേരിട്ട് നിങ്ങളുടെ മൂക്കിലേക്കും ശ്വാസകോശത്തിലേക്കും കയറുന്നു. ഗന്ധം എന്നത് തലച്ചോറിലെ ഓർമ്മകളെയും വികാരങ്ങളെയും ഉണർത്തുന്ന ഏറ്റവും ശക്തമായ ഇന്ദ്രിയമാണ്. ഷർട്ടിന്റെ കോളറോ ഇറുകിയ വസ്ത്രമോ തടസ്സമില്ലാതെ നിൽക്കുമ്പോൾ ഈ ഗന്ധം നമ്മളെ പെട്ടെന്ന് ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല, തീർത്ഥം കുടിക്കുമ്പോൾ ചിലപ്പോൾ 1-2 തുള്ളി നമ്മുടെ നെഞ്ചിലോ വയറിലോ വീഴാം. ഷർട്ടിട്ടിരുന്നെങ്കിൽ അത് വെറുമൊരു കറയായേനെ. അയ്യോ, ഷർട്ട് നാശമായി എന്ന് നമ്മൾ വിഷമിക്കും. എന്നാൽ വെറും ശരീരമാണെങ്കിലോ ആ വീഴുന്ന തുള്ളി പോലും ഒരു അനുഗ്രഹമാണ്. ആ ഔഷധജലം ചർമ്മത്തിൽ വീഴുന്നത് നല്ലതാണ്. അത് ഉണങ്ങുമ്പോൾ ചർമ്മത്തിനൊരു തണുപ്പും സുഗന്ധവും നൽകുന്നു. ഇനി പ്രസാദം നോക്കാം. ചന്ദനം, ഭസ്മം, കുങ്കുമം. നേരത്തെ പറഞ്ഞതുപോലെ ഇത് തൊടാൻ ഷർട്ട് തടസ്സമാണ്. എന്നാൽ അതിലുപരി പ്രസാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു സ്വീകർത്താവായി മാറണം. നമ്മുടെ വയറ് എന്നത് വികാരങ്ങളുടെ മറ്റൊരു കേന്ദ്രമാണ്. വയറ്റിൽ തീ പുകയുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഷർട്ടഴിച്ച് വയറയച്ചിട്ട് അഥവാ റിലാക്സ്ഡ് ബെല്ലിയിട്ട് പ്രസാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ദഹനവ്യവസ്ഥ പോലും റിലാക്സ് ആകുന്നു എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറുകിയ ബെൽറ്റും പാന്റും ഷർട്ടുമൊക്കെയിട്ട് ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രസാദവും സ്വതന്ത്രമായി ശ്വാസം വിട്ടു നിൽക്കുമ്പോൾ കിട്ടുന്ന പ്രസാദവും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് 2 രീതിയിലാണ്. മനസ്സ് ശാന്തമാകുമ്പോഴാണ് ദഹനം നന്നായി നടക്കുന്നത്. ക്ഷേത്രത്തിലെ ആ അന്തരീക്ഷം, ഷർട്ടില്ലാത്ത ആ ഫ്രീഡം, ഇതെല്ലാം ചേർന്ന് നമ്മുടെ ശരീരത്തെ ആഹാരം സ്വീകരിക്കാൻ പാകപ്പെടുത്തുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തീർത്ഥം വാങ്ങുമ്പോൾ വെറുതെ കൈനീട്ടരുത്. ശരീരം മുഴുവൻ അതിനായി സമർപ്പിക്കുക. ആ ഒരു തുള്ളി വെള്ളം, ആ ഒരു നുള്ളു ചന്ദനം, അത് നിങ്ങളുടെ ഉള്ളിലെ കോശങ്ങളെ ഉണർത്തുന്നത് അറിയുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന്. ഉണ്ട്. നമ്മുടെ പൂർവികർ ഒന്നും വെറുതെ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഈ അറിവുകളൊക്കെ കിട്ടി. ഇനി നാളെ മുതൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പുതുവർഷത്തിൽ നമുക്കെടുക്കാവുന്ന ഒരു സ്പിരിച്വൽ റെസല്യൂഷൻ എന്താണ്? നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷണലായ ഭാഗത്തേക്ക് കടക്കാം. റെഡിയല്ലേ? ഇതുവരെ നമ്മൾ സംസാരിച്ചത് വെറുമൊരു ആചാരത്തെക്കുറിച്ചല്ല, ഒരു ലൈഫ് ഹാക്കിനെക്കുറിച്ചാണ്. നമുക്കൊന്ന് ചുരുക്കി പറയാം. എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്? ഈഗോയുടെ മരണം. ഷർട്ട് അഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ അഴിച്ചുമാറ്റുന്നു. എല്ലാവരും തുല്യരാണെന്ന വലിയ പാഠം പഠിക്കുന്നു. എനർജി ചാർജിംഗ്. ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി തടസ്സങ്ങളില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്കും നാഡികളിലേക്കും പ്രവേശിക്കുന്നു. ആരോഗ്യം. വിറ്റമിൻ ഡി, ശുദ്ധവായു, ഭൂമിയിൽ നിന്നുള്ള കാന്തിക ശക്തി എന്നിവ ശരീരത്തിന് നേരിട്ട് ലഭിക്കുന്നു. മനഃശാസ്ത്രം. എൻക്ലോത്ത്ഡ് കോഗ്നിഷൻ വഴി നമ്മൾ വൾണറബിൾ ആകാനും സത്യസന്ധമായി ദൈവത്തിനു മുന്നിൽ നിൽക്കാനും പഠിക്കുന്നു. ആത്മവിശ്വാസം. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം മാറ്റി ഞാനാണ് എന്ന ധൈര്യം നേടുന്നു. ഇത്രയും വലിയ ഗുണങ്ങളുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? ഈ പുതുവർഷത്തിൽ 2026ലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇതൊരു ചാലഞ്ചായി ഏറ്റെടുക്കുക. ദ ടെമ്പിൾ ഡീടോക്സ് ചാലഞ്ച്. അടുത്ത 21 ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ യാതൊരു മടിയും കൂടാതെ ഷർട്ടഴിച്ചുവെക്കുക. ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ചമ്മൽ തോന്നിയേക്കാം. രണ്ടാമത്തെ ദിവസം കുറച്ച് ആശ്വാസം തോന്നും. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ആ ഫ്രീഡം ആസ്വദിച്ചു തുടങ്ങും. ഷർട്ടിട്ട് നിൽക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് കാറ്റുകൊണ്ട് നെഞ്ചുവിരിച്ചു നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഇത് പറയുക. വാടാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെയും ഇതിലേക്ക് കൂട്ടുക. നമ്മുടെ സംസ്കാരം സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അത് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കൾച്ചറൽ അംബാസഡർമാരാകുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് വെറുമൊരു ആചാരമല്ല,
അതൊരു ശാസ്ത്രമാണ്. മനസ്സിനെയും ശരീരത്തെയും പ്രകൃതിയോട് ചേർത്ത് നിർത്തുന്ന ശാസ്ത്രം. ഇനി അവസാനമായി നിങ്ങളോടെനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അറിവ് നിങ്ങൾ കേട്ടു. പക്ഷെ ഇത് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമോ? ഇല്ല. അറിവ് എപ്പോഴാണ് ശക്തിയാകുന്നത്? അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ മാത്രം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കാൻ പോകുകയാണ്. പക്ഷേ നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അവസാനത്തെ 5 മിനിറ്റ് എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കുറച്ചു വാക്കുകൾ കൂടി. തയ്യാറാണെങ്കിൽ നമുക്ക് ഈ യാത്ര മനോഹരമായി അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഷർട്ട് എന്ന ചെറിയൊരു തുണിക്കഷ്ണത്തിൽ തുടങ്ങി പ്രപഞ്ചത്തിന്റെ വലിയ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിയത്. ഓർക്കുക, ക്ഷേത്രമെന്നത് കല്ലുകൊണ്ട് കെട്ടിയ വെറുമൊരു കെട്ടിടമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ ആരാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ ജനിച്ചപ്പോൾ ഷർട്ടിട്ടിരുന്നില്ല. നാളെ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ആ ഇടവേളയിൽ നമ്മൾ അണിയുന്ന ഈ വേഷങ്ങൾ, ഈ ഷർട്ടുകൾ, കോട്ടുകൾ, പദവികൾ എല്ലാം താൽക്കാലികമാണ്. അമ്പലത്തിൽ ഷർട്ട് അഴിക്കുമ്പോൾ ഓരോ തവണയും നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, ഇതൊന്നും ശാശ്വതമല്ല, ഞാനും ഈ പ്രകൃതിയും ഒന്നാണ്. ആ ഒരു തിരിച്ചറിവ് മതി ജീവിതത്തിലെ ഏതു വലിയ പ്രതിസന്ധിയെയും നേരിടാൻ. ഈ പുതുവർഷത്തിൽ നിങ്ങൾ പലതും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പുതിയ ജോലി, പുതിയ വീട്, പുതിയ വാഹനം എല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതിൻ്റെയെല്ലാം ഇടയിൽ ഇടയ്ക്കൊന്ന് ഒന്നുമില്ലാത്തവനായി നിൽക്കാൻ പഠിക്കണം. ആ ശൂന്യതയിലാണ് യഥാർത്ഥ നിറവിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ക്ഷേത്രനടയിലെത്തുമ്പോൾ മടിക്കാതെ ആ ഷർട്ട് അഴിച്ചുവെക്കുക. ആ തണുത്ത കാറ്റ് നിങ്ങളുടെ നെഞ്ചിൽ തൊടുമ്പോൾ ഈ വീഡിയോയിലെ വാക്കുകൾ ഓർക്കുക. നിങ്ങളൊറ്റയ്ക്കല്ല, വലിയൊരു പാരമ്പര്യത്തിന്റെ, വലിയൊരു ഊർജ്ജപ്രവാഹത്തിന്റെ ഭാഗമാണ് നിങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ, ദയവായി ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു നൽകുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്. അവരിലും ഈ മാറ്റം വരട്ടെ. ഷെയർ ബട്ടൺ അമർത്താൻ മടിക്കരുത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള അറിവും ശാസ്ത്രവും ഭക്തിയും ചേർന്ന കൂടുതൽ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ക്ഷേത്രത്തിൽ ഷർട്ട് അഴിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ, സമാധാനം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.